യാത്രകൾ വളരെയേറെ വർദ്ധിച്ച കാലഘട്ടമാണല്ലോ. വിമാനത്തിൽ വെച്ചോ, ട്രെയിനിൽ വെച്ചോ, കപ്പലിൽ വെച്ചോ നിസ്കരിക്കുന്നതിന്റെ വിധി എങ്ങനെയാണ്? ആ നിസ്കാരം പിന്നെ മടക്കേണ്ടതുണ്ടോ? മറുപടി: നിസ്കാരം മടക്കേണ്ടതും മടക്കേണ്ട ആവശ്യം ഇല്ലാത്തതും ഉണ്ട്. പറയാം. വിമാനത്തിൽ വെച്ചുള്ള നിസ്കാരം. സൗദി എയർലൈൻസിന്റെ വിമാനമൊക്കെയാണെങ്കിൽ വലിയ വിമാനത്തിൽ നിസ്കരിക്കാനും പ്രത്യേകം സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യമുള്ള സ്ഥലത്തിൽ വെച്ച് ഒളുവെടുത്തുകൊണ്ട് ശരിക്ക് ഫർള് നിന്ന് റുക്കുഉം സുജൂദുമൊക്കെ പൂർത്തിയാക്കി സാധാരണ നാം വീട്ടിൽ വെച്ച് നിസ്കരിക്കും പോലെ തന്നെ നിസ്കരിക്കാൻ സൗകര്യമുണ്ടാകും. അങ്ങനെ നിസ്കരിച്ചാൽ ആ നിസ്കാരം പിന്നെ മടക്കേണ്ടതില്ല. ആ നിസ്കാരം സ്വഹീഹാണ്. വിമാനം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും കപ്പൽ പോലെ അതിന്റെ അനക്കം അവനിലേക്ക് ചേർക്കപ്പെടുന്നതല്ല. ആ നിസ്കാരം സ്വഹീഹ് ആണ്. പക്ഷെ ഒളുവുണ്ടെങ്കിലും അങ്ങനെ ഒരു റൂമൊന്നുമില്ലാത്ത നമ്മുടെ മറ്റു എയർലൈൻസിന്റെ വിമാനങ്ങളിൽ സീറ്റിൽ വെച്ച് തന്നെ നിസ്കരിക്കേണ്ടി വരും. റുക്കുഉകളോ സുജൂദുകളോ മറ്റോ ഒന്നും പൂർത്തിയാക്കാൻ സാധിക്കാതെ, നിസ്കാരത്തിന്റെ ഫർളിലെ നൃത്തം പോലും സാധിക്കാതെ ഇരുന്ന് നിസ്കരിക്കാൻ മാത്രമേ അവിടെ വഴിയുള്ളൂ. അല്ലെങ്കിൽ നിസ്കാരം ഖളാ ആകും. എങ്കിൽ നിസ്കാരം ഖളാ ആക്കാതെ സമയത്തിന്റെ ബഹുമാനം കണക്കിലെടുത്തുകൊണ്ട് ആ സീറ്റിൽ ഇരുന്ന് ഖിബിലയിലേക്ക് അല്ലെങ്കിലും റുക്കുഉം സുജൂദും പൂർത്തിയാക്കാൻ സാധിക്കില്ലെങ്കിലും നൃത്തം കഴിയില്ലെങ്കിൽ പോലും ഫർള് നിസ്കാരം സാധിക്കും വിധം അങ്ങനെ തന്നെ അവൻ നിസ്കരിക്കൽ നിർബന്ധമാകുന്നു. സമാധ്യമാകും വിധം അവൻ നിസ്കരിക്കണം. ആദ്യത്തെ കോലത്തിൽ ഖിബിലക്ക് മുന്നിടലും റുക്കുഉം സുജൂദും മറ്റു ഷർത്ത് ഫർളുകളും ഒക്കെ പൂർണ്ണമായി നിർവഹിക്കാൻ സാധിക്കുന്നത് കൊണ്ട് മടക്കേണ്ടതില്ല. രണ്ടാമത് പറഞ്ഞ കോലത്തിൽ ഷർത്തുകളോ ഫർളുകളോ പാലിക്കാൻ സാധിക്കാത്തത് കൊണ്ട് പിന്നീട് അവൻ നിസ്കാരം മടക്കുക തന്നെ വേണം എന്നാകുന്നു നിയമം. തുഹഫത്തുൽ മുഹ്താജ് 1-ാം വാള്യം 485. ഇനി ഒരു പക്ഷേ വിമാനയാത്രക്കാരന് വുളൂഅ് വരെ സാധിക്കണം എന്നില്ല. ടോയ്ലറ്റിൽ പോയി വുളുവെടുക്കാൻ ശ്രമിച്ചാലും സാധിക്കുന്നില്ലെങ്കിൽ തയമ്മം ചെയ്യാൻ കയ്യിൽ മണ്ണുണ്ടെങ്കിൽ അവന് തയമ്മം ചെയ്യാം. അല്ലാതെ വെറും സീറ്റിൽ അടിച്ചുകൊണ്ടോ ഡിക്കിൽ അടിച്ചുകൊണ്ടോ കമ്പിയിലോ പ്ലാസ്റ്റിക്കിലോ മറ്റോ അടിച്ചുകൊണ്ടോ തയമ്മം ചെയ്യുന്ന ഒരു നിയമം ഇല്ലേ ഇല്ല. മണ്ണുമായി ബന്ധമുള്ള മരത്തിലോ മറ്റോ ഒക്കെ അടിച്ച് തയമ്മം ചെയ്യാം എന്ന് ചില മദ്ഹബുകളിൽ അഭിപ്രായമുണ്ടെങ്കിലും അതൊന്നുമല്ലാത്ത വെറും സീറ്റിലോ മറ്റോ അടിച്ച് തയമ്മം ചെയ്യാം എന്ന് സ്വീകരിക്കപ്പെടാവുന്ന ഒരു അഭിപ്രായവും ഇല്ലാത്തതുകൊണ്ട് തയമ്മം ചെയ്യാനും സാധ്യമല്ല, ഒളുവെടുക്കാനും സാധ്യമല്ല എങ്കിൽ രണ്ടുമില്ലാതെ സമയം മാനിച്ചുകൊണ്ട് നിസ്കാരം ഖളാ ആക്കാതെ സാധിക്കും വിധം പരമാവധി സമയത്തിൽ തന്നെ വിമാനത്തിൽ വെച്ച് ഫർള് നിസ്കരിക്കൽ അവന് നിർബന്ധമാകുന്നു. ഈ നിസ്കാരങ്ങളെല്ലാം പിന്നീട് അവൻ ഖളാ വീട്ടിലും നിർബന്ധമാണ്. ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മുഹ്താജ് 1-ാം വാള്യം 485 പേജിൽ നിന്നും ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മുഹ്താജ് 1-ാം വാള്യം 492, 93 പേജുകളിൽ നിന്നുമൊക്കെ ഈ കാര്യം മനസ്സിലാക്കാം. ഇനി കപ്പലിൽ വെച്ചുള്ള നിസ്കാരമാണെങ്കിലോ അവിടെ ശരിക്ക് അവന് പൂർത്തിയായും ഫർള്, ഷർത്ത്, റുക്നുകളെയെല്ലാം മാനിച്ച് നിസ്കരിക്കാൻ സാധിക്കും. ഞാനും കുറെ കപ്പൽ യാത്ര ചെയ്തിട്ടുണ്ട്. ശരിക്ക് നിസ്കാര റൂമുണ്ട്. അങ്ങനെയാകുമ്പോൾ ശരിക്ക് ഒളുവെടുത്ത് ഖിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കാൻ വളരെ സൗകര്യമാകും. ചിലപ്പോൾ ചെറിയൊരു അനക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അതൊന്നും ആ കപ്പലിന്റെ അനക്കവും ഇവനിലേക്ക് ചേർത്തപ്പെടില്ല. അതുകൊണ്ട് അവന് നിസ്കരിക്കാം. ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് റുക്നുകളും ഷർത്തുകളും പാലിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരം പിന്നീട് മടക്കപ്പെടേണ്ടതും അല്ല. കപ്പലിന്റെ ചലനങ്ങൾ അവനിലേക്ക് ചേർക്കപ്പെടുന്നതും അല്ല. തുഹഫത്തുൽ മുഹ്താജ് വാള്യം 1 492 പേജിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് അവന് നിൽക്കാൻ തീരെ സാധിച്ചില്ല, സുജൂദുകളോ റുക്നുകളോ പൂർണ്ണമാക്കാൻ ഒന്നും സാധിച്ചില്ല എങ്കിൽ സമയത്തെ മാനിച്ചുകൊണ്ട് അങ്ങനെ നിസ്കരിക്കൽ നിർബന്ധമാണെങ്കിലും പിന്നീട് അവിടെയും മടക്കണം എന്നാകുന്നു വിധി. ഇനി നാം ഏവരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ്. ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തോ ട്രെയിൻ എവിടെയെങ്കിലും നിർത്തിയിടുന്ന സമയത്തോ പുറത്തിറങ്ങി പ്ലാറ്റ്ഫോമിൽ വെച്ചും മറ്റുമൊക്കെ ശരിയായ നിലക്ക് പത്രം വിരിച്ചോ മറ്റോ നിസ്കരിക്കാൻ സാധ്യമാകുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കൽ നിർബന്ധമാണ്.
ട്രെയിൻ നിർത്തുന്ന വേളയിൽ ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങാതെ ട്രെയിനിന്റെ ഉള്ളിൽ വെച്ചു തന്നെ പത്രം വിരിച്ചോ മറ്റോ ശരിയായ നിലക്ക് ഖിബിലയും മറ്റു റുക്ന് ഷർത്തുകളും പാലിച്ച് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കൽ നിർബന്ധമാണ്. അതൊന്നുമില്ലെങ്കിൽ നിൽക്കാനും മറ്റും കഴിയുമെങ്കിൽ ഫറളുകളും റുക്നുകളും ഷർത്തുകളും പരമാവധി പാലിക്കൽ നിർബന്ധമാണ്. ഇനി ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ സാധിക്കും വിധം ഖിബിലയിലേക്ക് മുന്നിടാനും സാധിക്കൂല എങ്കിൽ സമയത്തെ മാനിച്ചുകൊണ്ട് വുളുവെടുത്ത് അവൻ ജമ്മും കസുറുവാക്കാലോ ദീർഘയാത്രയാണെങ്കിൽ സീറ്റിൽ ഇരുന്ന് കൊണ്ട് തന്നെ പരമാവധി അവൻ അതിന്റെ ഷർത്തുകളും റുക്നുകളും മറ്റും പാലിച്ചുകൊണ്ട് റുക്കുവും സുജൂദും ഒക്കെ പരമാവധി ആംഗ്യം കാണിച്ചുകൊണ്ട് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ നിസ്കരിക്കൽ അവന് നിർബന്ധമാണ്. ഈ നിസ്കാരം പിന്നീട് അവൻ മടക്കലും അവന് നിർബന്ധമാണ്. ട്രെയിനിൽ വെച്ചുള്ള നിസ്കാരമാണെങ്കിലും ശരിയായ വിധത്തിൽ ഖിബിലക്ക് മുന്നിടലും റുക്കുവും സുജൂദും മറ്റു റുക്ന് ഷർത്തുകളും പൂർണ്ണമായും പാലിക്കാൻ കഴിയുമെങ്കിൽ അവൻ നിസ്കാരം മടക്കേണ്ടതില്ല. ഷറഹു ബാഫദ് 1/280, തുഹഫത്തുൽ മുഅ്താജ് 1/493, ഷർഹുൽ മഹല്ലി കൻസുർ റാഗിബീൻ വാള്യം 1 പേജ് 135 ഇവയിലെല്ലാം ഇത് വിശദീകരിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് നിൽക്കാനും സാധിക്കുന്നില്ല, ഖിബിലയിലേക്കും സാധിക്കുന്നില്ല, ഒരു പക്ഷെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഖിബിലയുടെ നേരെ എതിർ ദിശയിലേക്ക് തിരിഞ്ഞാവാം അവൻ ഇരിക്കുന്നത്. റുക്കുവും സുജൂദും മറ്റും ഒന്നും സാധ്യമല്ല. എന്നാലും സമയത്തെ മാനിച്ചുകൊണ്ട് ഫർള് നിസ്കാരം അതതു സമയങ്ങളിൽ പരമാവധി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തുകൊണ്ട് അവന് നിസ്കരിക്കൽ നിർബന്ധമാണ്. പിന്നീട് ഈ നിസ്കാരങ്ങൾ അവൻ ഖളാ വീട്ടണം എന്നാകുന്നു നിയമം. ബഹുമാനപ്പെട്ട ത്വയ്ഫയിലും ഷറഹ് ബാഫദിലും എല്ലാം ഈ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ ട്രെയിൻ യാത്രയിൽ ദീർഘയാത്രയാണെങ്കിൽ ജംആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കയറുന്നതിന്റെ മുമ്പോ അല്ലെങ്കിൽ ട്രെയിൻ ഇറങ്ങിയതിന്റെ ശേഷം സാധ്യമാകുന്നുവെങ്കിൽ അവിടെ വെച്ചോ പൂർണ്ണമായും ശരിയായ വിധത്തിൽ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ജംആക്കി നിസ്കരിക്കാം. അതൊന്നും സാധിക്കുന്നില്ല, ഖളാ ആകാനാണ് സാധ്യത എങ്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ വെച്ച് ഖിബിലയിലേക്ക് എതിർ ദിശയിലേക്കാണെങ്കിൽ പോലും നിൽക്കാനും കഴിയില്ലെങ്കിലും ഖിബിലയിലേക്ക് തിരിയാൻ കഴിയില്ലെങ്കിലും റുകൂഅ് സുജൂദ് പൂർണ്ണമായി ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും സാധിക്കും വിധം ഇരുന്നു കൊണ്ടെങ്കിലും പരമാവധി സമയത്തെ മാനിച്ചുകൊണ്ട് ഫർള് നിസ്കാരം നിർവഹിക്കൽ അവന് നിർബന്ധമാണ്. പിന്നീട് അത് ഖളാ വീട്ടണം എന്നാകുന്നു നിയമം. ഇതൊരു പക്ഷേ ബസ് യാത്രയിലോ കാർ യാത്രയിലോ മറ്റോ വരെ ഈ രൂപം സ്വീകരിച്ച് നിസ്കരിക്കൽ നമുക്ക് നിർബന്ധമാകും. ഒരു നിലക്കും വഴിയോരത്തി ഇറങ്ങി നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, എവിടെയെങ്കിലും നിർത്തി നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ആ വാഹനത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ സമയത്തെ മാനിച്ചുകൊണ്ട് നിസ്കരിക്കൽ നിർബന്ധമാകും. കുടിവെള്ളമുണ്ട് നമ്മുടെ കയ്യിൽ, വേറെ വെള്ളമൊന്നുമില്ല. കുടിവെള്ളം ഉപയോഗിച്ചാൽ പേടിയാണെങ്കിൽ തയമ്മം ചെയ്യേണ്ടി വരും. ഒരു നിലക്കും ഒളുവെടുക്കാനോ തയമ്മം ചെയ്യാനോ ഒരു വഴിയുമില്ല എങ്കിൽ പോലും സമയത്തിന്റെ ഹുർമത്ത് മാനിച്ചുകൊണ്ട് സമയത്തിൽ ആ വണ്ടിയിൽ ഇരുന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സാധിക്കും വിധം ചിലപ്പോൾ ഫർള് നിസ്കരിക്കൽ നിർബന്ധമായി വരും. അതൊക്കെയും പിന്നീട് ഖളാ വീട്ടൽ നിർബന്ധമാണ്. പക്ഷെ ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി തങ്ങൾ തന്റെ ഷർഹുൽ മുഹദ്ദബിൽ ഉദ്ധരിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട തുഹഫയിൽ ഉദ്ധരിക്കുന്നുണ്ട്, കുല്ലു സ്വലാത്തിൻ വജബ ഫഅലുഹാ ഫിൽ വഖ്തി മഅ ഖലലിൻ ലം യജിബ് ഖളാഉഹാ ഫി ഖൗലിൻ ഖാല ബിഹിൽ മുസ്നി വഹുവൽ മുഖ്താറു എന്ന്. ഇത് ഇമാം മഹല്ലി റളിയല്ലാഹു തആല അൻഹു വാള്യം 1 പേജ് 96 ഉദ്ധരിക്കുന്നുണ്ട്. ഈ അഭിപ്രായത്തിൽ മാത്രം മടക്കേണ്ടതില്ല എന്ന ഉമൂമ് വ്യാപ്തി ഇവിടെയും വരും ബാധകമാകും എന്ന് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ പരമാവധി ജംഇന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിസ്കാരം ഖളാ ആക്കാതെ നിയമാനുസൃതം നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. ജംആക്കാൻ സാധ്യമല്ലെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ വെച്ചു തന്നെ നിസ്കരിക്കാനാണോ വഴി എങ്കിൽ സാധിക്കും വിധം നിസ്കരിക്കണം. ഒരിക്കലും നിസ്കാരം ഖളാ ആക്കുന്ന നിയമമില്ല. കപ്പലായാലും ട്രെയിനായാലും പ്ലെയിനിൽ വെച്ചായാലും സമയത്തെ മാനിച്ചുകൊണ്ട് ഫർള് നിസ്കാരം ഖളാ ആക്കാതെ കഴിയും വിധം നിസ്കരിക്കൽ നിർബന്ധമാണ്. പിന്നീട് അത് മടക്കേണ്ടി വരുമല്ലോ, ഏതായാലും പിന്നെ നിസ്കരിക്കണമല്ലോ, തൽക്കാലം ഇപ്പോൾ വേണ്ട എന്നു വെച്ച് ഖളാ ആക്കാൻ പാടില്ല. പ്രത്യേകം ഉംറ ഹജ്ജ് യാത്രകളിലൊക്കെ തന്റെ ഏറ്റവും പരിശുദ്ധ കർമ്മമായ
ഹജ്ജ്, ഉംറ, തവാഫ്, സിയാറ ഇതിനേക്കാളും ഒക്കെ പ്രാധാന്യം